അല്ല ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് നിന്റെ അങ്ങക്ക് വരാല. വരി, കൊരയില് വന്നിട്ട് എത്ര നാളായി? നടക്ക് വാ നടക്ക്. ആമിനു, കുഞ്ഞാമിനു, വേല ഞമ്മളോട് വേണ്ടാട്ടാ. ഞമ്മളെ മക്കാരാക്കാനല്ലേ. പണ്ടത്തെ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞമ്മ ക്ഷമിച്ചതാണ്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഉപ്പാനെ മുളെ സൂപ്പിട്ടാനെ ഞാൻ. നിങ്ങളെ വായിൽ ഈ നാക്കില്ലെങ്കിൽ പണ്ടേ പട്ടി കൊണ്ടുപോയേനെ. എന്റെ ഉപ്പ് നൂതിയാ മതി, നിങ്ങൾ പറക്കും. മനുഷ്യരായാലേ കുറച്ച് ഉശിരൊക്കെ വേണം. പോസ്റ്റ്മാനെന്നും പറഞ്ഞ് നടന്നാ മതിയാ. ഞാൻ മേനോനും നായരും ഒന്നും അല്ല. ഹംകെ മേൻ, പോസ്റ്റ് മേൻ. ഞമ്മക്കൊന്നും അറിയില്ല. നിങ്ങൾ ഇങ്ങനെ നടന്നോളി, ഞമ്മളെ വേറെ ആണുങ്ങൾ കൊണ്ടുപോകും. കുടുങ്ങിയല്ല റബ്ബേ. ഇനി എന്താണ് ഒരു വഴി? അവിടെ വന്ന് നിന്റെ ഉപ്പോടൊന്ന് പറയാന്ന് വെച്ചാ ഉപ്പ പുല്ലിനെ പോലെ ചീറ്റി നിൽക്കുകയാണ്. ഇനി ഒരുത്തനെ പറഞ്ഞയച്ച് പറയിപ്പിക്കാന്ന് വെച്ചാ അവനെ നിന്റെ ഉപ്പ കൊല്ലും. പിന്നെ എങ്ങനാ? എന്നാലേ ഇങ്ങോട്ട് വന്നേ, ഒരു വഴി പറഞ്ഞുതരാം. എന്താണ് വഴി? വഴി എന്താണ്? നടക്ക. അള്ളാ വെയില്. കൊടയൊന്നും ഇങ്ങോട്ട് നീക്കി. വേണ്ട വേണ്ട, നിങ്ങളെ കൊടയിൽ നിന്നോളി. എന്റെ കൊട മറന്നുപോയി, എങ്ങാണ്ട് പോയി. ഇതെന്താ? എവിടെ? അല്ലാ പെരല്ല. അന്നത്തേന് ശേഷേ എന്റെ തലക്കൊരു വെളിവില്ല അമിനു. എന്താണ് വയ്യ? എന്താണ്? കൊല്ലാൻ നടക്കണ കൊമ്പുള്ള ബാപ്പ, കൊല്ലാതെ കൊല്ലണ പമ്പത്തി മോള്, കൊല്ലാത്തതാണ് എന്റെ കല്യാണക്കോള്. കൊല്ലാപ്പിലായി മുസീബത്തിനാലി, കൊല്ലാൻ നടക്കണ കൊമ്പുള്ള ബാപ്പ. പാപ്പനെ കണ്ടാൽ പള്ളക്ക് കുത്ത്, മോളെ കണ്ടാൽ തലക്കൊരു മത്ത് 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 മത്ത്. കണ്ണാണെ ഞാൻ ഇന്ന് ജാകാതെ ചത്ത്, എന്നിനി വാണിടും രണ്ടാളുമൊത്ത്. കൊല്ലാൻ നടക്കണ കൊമ്പുള്ള ബാപ്പാ. കത്ത് കൊടുക്കല് നിങ്ങക്ക് ജോലി, കുത്തി മലർത്തല് പാപ്പാക്ക് ജോലി. കണ്ണുനീരെപ്പോഴും പെണ്ണിന് കൂലി, എന്നിനി കെട്ടിടും കല്യാണത്താലി. കത്ത് കൊടുക്കല് നിങ്ങക്ക് ജോലി. പാപ്പനെ കണ്ടപ്പോ ചാക്കിട്ട് പിടുത്തം, മോളെ കാണുമ്പോ നോക്കിക്കൊണ്ടിരുത്തം. പാപ്പനെ കണ്ടപ്പോ ചാക്കിട്ട് പിടുത്തം, മോളെ കാണുമ്പോ നോക്കിക്കൊണ്ടിരുത്തം. കാര്യം പറയുവാൻ എന്തിനീ പിടുത്തം, ഞാനിനി നടക്കണം എത്തിര നടത്തം. നടക്കണം നടക്കണം കിട്ടണമെങ്കിൽ കൊല്ലാൻ നടക്കണ കൊമ്പുള്ള ബാപ്പ, കൊല്ലാതെ കൊല്ലണ പമ്പത്തി മോള്. കൊല്ലാത്തതാണ് എന്റെ കല്യാണക്കോള്. കൊല്ലാപ്പിലായി മുസീബത്തിനാലി, കൊല്ലാൻ നടക്കണ കൊമ്പുള്ള ബാപ്പച്ചി. മീശ എടുത്തതിന് ഫലം കണ്ടു എന്നാണൊരു തോന്നൽ. നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായം എന്ന്. നന്നായിരുന്നു മോനെ, നന്നായിരുന്നു. ബഹദൂർക്കയുടെ നടത്ത, സ്പീഡിലുള്ള ഓട്ടം, ഒരു മോളുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്താണെന്നറിയോ അതിൻ്റെ പ്രത്യേകത സിതാര? ആ കാലഘട്ടത്തിൻ്റെ ഡാൻസ് മൂവ്മെൻറ്റ്സിന് അതിൻ്റേതായ ഒരു തനിമയുണ്ട്. കുറച്ച് ലൗഡാണ് ഡാൻസിലെ മൂവ്മെൻറ്റ്സൊക്കെ ലൗഡാണ്, അതിൻ്റെ ഒരു താളം. പിന്നെ എല്ലാം ഉപരിയായിട്ട് നമ്മുടെ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനം ആ പാട്ടിലുണ്ട്. KH മെഹബൂബ് അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. വളരെ സിംഗറായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കാണുന്ന പോലെയാണ് തോന്നിയത്. അത് മോൻ്റെ എക്സ്പ്രഷൻ കുറച്ച് ലൗഡായിരുന്നു, അത് നന്നായി. ആദ്യത്തെ സീനിൽ പറ്റിയത് അതൊരു തെറ്റല്ല, ഇപ്പോഴത്തെ അവൈലബിലിറ്റി ആയിരിക്കും. ആ കൊട കുറച്ചുകൂടെ ഈ സിൽവർ കോട്ടഡ് കൊട, പഴയ കൊട കുറ്റമായിട്ട് പറയല്ലോ മോനെ, ചിലപ്പോൾ കിട്ടിക്കാണില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പീരിയഡ് വർക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് വളരെ ശ്രദ്ധിക്കണം. അതർവൈസ് മൂവ്മെൻറ്റ് വൈസ് നന്നായിരുന്നു, എനർജി ലെവൽ നന്നായിരുന്നു. മോളുടെ വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു മൂവ്മെൻറ്റ്സ് ഒക്കെ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ശരിക്കും ആ കാലഘട്ടത്തിലെ ഒരു ഹീറോയിൻ ചെയ്യുന്ന മാതിരി തന്നെ നന്നായിട്ട് ചെയ്തു. എനിക്ക് ബഹദൂർക്കെ കാണാൻ പറ്റി. ബെസ്റ്റ് ആക്ടറിലെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ബഹദൂർക്കയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സമർപ്പിക്കാം. ഓൾ ദ ബെസ്റ്റ്.
രണ്ടുപേരും അസലായിട്ട് ചെയ്തു. എക്സലൻറ്റ്. ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് ആ വിഷ്വലിലുള്ള അതേ എനർജി സ്റ്റേജിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റി എന്നുള്ളതാണ് അതിലേറ്റവും നല്ല പോയിന്റ്. ഗ്രൂമിങ്ങിൽ നമ്മൾ ചെയ്തതിനേക്കാൾ ഗ്രൂമിങ്ങിൽ ഞാൻ 50 ആണെങ്കിൽ ഇതിന് 100 ഞാൻ തരിക മാർക്ക്. താങ്ക് യു സർ. പ്ലീസ്. ഗിരീഷ്, ദീപിക, I really enjoyed it. It was so lively. ഭയങ്കര നിങ്ങളവിടെ ചെയ്ത എനർജി നമുക്കും കൂടെ അത് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഗിരീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗിരീഷ് ഇതുവരെ ചെയ്ത, ഐ എം നോട്ട് സെയിങ് ദറ്റ് നന്നായി ചെയ്തില്ലെന്നോ ഒന്നുമല്ല, പക്ഷെ അതിനെയൊക്കെ കാട്ടിലും എനിക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടമായി. പിന്നെ വേറൊരു കാര്യം ഞാൻ ഗിരീഷിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ നോട്ട് ചെയ്തത്, നമ്മൾ ക്ലിപ്പിങ്സും കൂടെ ഒബ്സർവ് ചെയ്യുമല്ലോ, അപ്പം അതിൽ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടെ സ്റ്റേജിൽ നിന്നപ്പം ആക്ഷനിൽ തന്നെ ഇരുന്നു, നന്നായിട്ട് അതേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നു. രണ്ടുപേരും നന്നായിട്ട് യൂസ് ദ സ്റ്റേജ് വെരി വെൽ. പിന്നെ ദീപികയുടെ ഡയലോഗ് പോർഷനായാലും മറ്റ് ഡാൻസിൻ്റെ ഇതാണെങ്കിലും നന്നായി എക്സ്പ്രസ് ചെയ്തു, നന്നായിട്ട് എക്സ്പ്രഷൻസ് വളരെ നന്നായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഇറ്റ് വാസ് വെരി ഗുഡ്, എക്സലൻറ്റ് പെർഫോമൻസ്. താങ്ക് യു മാം.